بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഇന്ന് ഏതാണ്ട് 28 നോമ്പ് പൂർത്തീകരിച്ചു. നാളെ നമുക്ക് 29. ലോകത്ത് നമ്മളൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഇന്ന് 29 നാളെ 30 വരും. അതങ്ങനെ ദിവസങ്ങളുടെ മാറ്റവും ചന്ദ്രക്കലയുടെ ദൃശ്യതയിൽ വന്ന അഭിപ്രായങ്ങളും ഒക്കെയാണ് ഇങ്ങനെ വരാൻ കാരണം. നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുക. ഖുർആൻ ദീർഘമായ ഒരു മാസം വിശുദ്ധ ഖുർആനിൻ്റെ ആഘോഷം, ഒരു വാർഷികാഘോഷം എന്ന നിലയിൽ മുസ്ലിം ലോകം ആചരിച്ചും ആദരിച്ചും പോരുകയാണ്. ഖുർആൻ തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്. ഈ ഖുർആനിനെ, അള്ളാഹുവിൻ്റെ ഈ വചനം, അവൻ്റെ ഈ കൽപ്പന ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിലാണ് അവതരിക്കുന്നത് എങ്കിൽ അത് ഭയവിഹ്വലതയോടെ, അല്ലെങ്കിൽ അതിൻ്റെ ഭാരം വഹിക്കാൻ കഴിയാതെ അമർന്നും തമർന്നും പോകും. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്. ഇത് അള്ളാഹു മനുഷ്യവംശത്തിന് നൽകിയ ഒരു ഉദാഹരണമാണ്, ഒരു ഉപമ. അത്രയും ഭാരമേറിയ ഗൗരവമുള്ള വചനങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ഖുർആൻ. സഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൈഫ യൻസിലുൽ വഹ്യു അലൻ നബിയ്യി എന്നൊരു അധ്യായമുണ്ട്. നബിക്ക് വഹ്യ് എങ്ങനെയാണ് വന്ന് ലഭിച്ചിരുന്നത്. അപ്പൊ അതിൽ ഏതാണ്ട് ഒട്ടുമിക്ക സഹാബികളും ഉദ്ധരിച്ച ഹദീസിൽ അതികഠിനമായ ശൈത്യം കൊണ്ട് വിറയ്ക്കുന്ന ഒരു തണുപ്പിലാണെങ്കിൽ നബി വിയർത്ത് ഒഴുകുമായിരുന്നു വഹ്യ് ലഭിക്കുമ്പോൾ. അവിടുന്ന് ഒട്ടകത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് എങ്കിൽ ആ ഒട്ടകത്തിൻ്റെ പള്ളയുടെ ഭാഗം ഭൂമിയിൽ സ്പർശിക്കുമായിരുന്നു. അത്രയും ഭാരമേറിയ എന്ന് പറഞ്ഞാൽ വലിയ, ഇന്നാ അൻസൽനാ ഇലൈക ഖൗലൻ സഖീല. ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞത് ഇത് വലിയ ഭാരമുള്ള, കനമുള്ള, ഗൗരവമുള്ള ഒരു ഖൗലാണ്. ഒരു റമളാനിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എത്തുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹുവിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നു. നമ്മുടെ നാവ് കൊണ്ട് ആ വാക്കുകൾ നമ്മൾ പാരായണം ചെയ്യുന്നു, നമ്മൾ ഹൃദിസ്ഥമാക്കുന്നു. പരമാവധി ചെറുതും വലുതുമായ അധ്യായങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. അത് അവരവരുടെ കഴിവും ശേഷിയും അനുസരിച്ചാണ് ഈ പഠിപ്പിക്കൽ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ അതിശ്രേഷ്ഠരും ഉത്തമരും ഖുർആൻ സ്വയം പഠിക്കുന്നവരും പഠിച്ച വിശുദ്ധ ഖുർആനിൻ്റെ ആശയം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരുമാണ്, പഠിപ്പിക്കുന്നവർ. അപ്പോൾ അത്രയും വലിപ്പമുള്ള ഒരു ഖുർആനിൻ്റെ വാർഷികം ഇന്ന് ഏതാണ്ടൊക്കെ നമുക്ക് പര്യവസാനിക്കുന്ന ഒരു ദിവസമാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഖുർആൻ, നിങ്ങൾ എന്തിനാണ് പടച്ചവനോട് സ്തുതി പറയേണ്ടത്? നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത്? അൽഹംദുലില്ലാ, അള്ളാഹുവേ നിനക്ക് എല്ലാ സ്തുതിയും.
അല്ലദീ ഹദാനാ ലിഹാദാ, ഈ വഴിയിലേക്ക് ഞങ്ങളെ തെളിച്ചു, ഞങ്ങളെ നയിച്ചു, ഞങ്ങൾക്ക് മാർഗം വെളിപ്പെട്ട് തന്നു. ഒരിക്കലും ഞങ്ങൾക്ക് ഈ നേർമാർഗത്തിൽ നീ ഇത്തരത്തിൽ ഒരു ഔദാര്യം ചെയ്തു തന്നില്ലായിരുന്നുവെങ്കിൽ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അള്ളാഹു ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് കടക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു 1.25 ലക്ഷം അല്ലെങ്കിൽ അതിലപ്പുറമോ അംബിയാ മുർസലുകൾ ജനങ്ങളെ ഉണർത്തിയതും ഗൗരവമായി താക്കീത് ചെയ്തതും ഒരൊറ്റ വിഷയമാണ്: അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ. അത് നിങ്ങൾക്ക് വിശ്വാസം വരാൻ എളുപ്പമാണ്, പക്ഷെ അത് ദൃഢമായി ബോധ്യം വരണത് അറിവിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം. കാരണം ലോകമെമ്പാടും വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു, അതിൽ നമ്മളും പെടും. പക്ഷേ അത് ഹൃദയത്തിൽ തട്ടണം, അനുഭവപ്പെടണം, ബോധ്യത വേണം, കേവലം ഒരു പറച്ചിലല്ല. ഖാലത്തിൽ അഅ്റാബു ആമന്ന, ഗ്രാമീണരായ അറബികൾ നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞ വാചകത്തെ ഖുർആൻ തിരുത്തുകയോ അത് അങ്ങനെയല്ല വേണ്ടത് എന്ന് പറയുകയോ ചെയ്യുന്നുണ്ട്. ഖാലത്തിൽ അഅ്റാബു ആമന്ന ബില്ലാ, അറബികൾ, അഅ്റാബിമാര് പറഞ്ഞു, ഗ്രാമീണർ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വലാകിൻ ഖൂലു വസ്ലംന, നിങ്ങൾ മുഅ്മിനീങ്ങൾ എന്ന് പറയണ്ട, നിങ്ങൾ മുസ്ലിമുകളാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇസ്ലാം കാര്യങ്ങൾ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമാണ്. അത് പ്രകടനപരതയിൽ നിർവഹിക്കുന്നു. ഈമാൻ ഹൃദയത്തിൽ ഉറയ്ക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആമന്ന എന്ന് നിങ്ങൾ പറയണ്ട. വലാകിൻ ഖൂലു വസ്ലംന വലാകിൻ യുദ്ഖിലില്ലാഹു വലാകിൻ യുദ്ഖിലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ലാതിരിക്കെ. അപ്പൊ വിശ്വസിച്ചു എന്നത് എല്ലാ അമ്പിയാക്കന്മാരുടെ മുൻപിലും ജനങ്ങൾ വന്ന് പറഞ്ഞതാണ്. അതിൽ പലരും ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞു പോയവരുണ്ട്. മറിച്ച് എന്തിനേയും തരണം ചെയ്യുന്ന ശക്തിവത്തായ ഈമാൻ ഉൾക്കൊണ്ട സഹാബികളും നബിയുടെ കൂടെയുണ്ട്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, തീർച്ചയായും നിനക്ക് നാം നൽകിയ വഹ്യ്, നിനക്ക് മുൻപ് കഴിഞ്ഞുപോയ എല്ലാ നബിമാർക്കും നൽകിയ വഹ്യ് എല്ലാവർക്കും ഒന്നാണ്: ലഇൻ അശ്റക്ത, നീ ഷിർക്ക് ചെയ്താൽ, വിശ്വാസത്തിൽ ഈമാനിൽ കളങ്കം ചാർത്തിയാൽ, പങ്കു ചേർത്താൽ, ലയഹ്ബത്തന്ന അമലുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ അവന്റെ ഭൗതിക പ്രപഞ്ചത്തിലും പ്രകൃതിയിലുമുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഇടപെടലോ കാരുണ്യമോ സഹായമോ കൊണ്ടാണ് പലതും നടക്കുന്നത് എന്ന് നീ ധരിക്കുന്നുവെങ്കിൽ മുഴുവൻ അമലുകളും നഷ്ടപ്പെടും. മഴക്കാലം വന്നപ്പോൾ സഹാബികൾ പറഞ്ഞൊരു വാചകമുണ്ട്, ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ചൊരു ഹദീസാണ്: മുത്തറിന ബിൻ നൗഇ കദാ വകദാ, ഞങ്ങൾക്ക് മഴ ലഭിച്ചത് ഇന്ന ഇന്ന നക്ഷത്രങ്ങൾ, അതുകൂടി പറഞ്ഞാൽ ഞാറ്റുവേലയാണ് ഈ അനുഗ്രഹം ഈ ഭൂതലത്തിലേക്ക് എത്തിച്ചു തരുന്നത് എന്ന് പറഞ്ഞ സഹാബികളെ അള്ളാഹുവിന്റെ റസൂല് തിരിച്ച്. അത് അറബികളുടെ ഇടയിലുള്ളൊരു പ്രചാര വിശ്വാസമായിരുന്നു. അള്ളാഹുവിന്റെ തീരുമാനമാണ് യൻസിലുൽ ഗൈസ, മഴ വർഷിപ്പിക്കുന്നത്. അവരുദ്ദേശിക്കുന്ന അളവിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊക്കെ അതുണ്ടാവും. അത് ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. അതുകൊണ്ട് ഈമാനാണ് അതിൻ്റെ അടിസ്ഥാനം. ഈ ഒരു റമദാൻ ഒരു 30 ദിവസം കൊണ്ട് ഏതെല്ലാം വാക്കുകൾ ഖുർആനിൽ നിന്ന് നമ്മൾ പഠിച്ചു. താഴെ പ്രത്യേകിച്ചുള്ള താഴെ സൂറത്തുകൾ, ഖാഫ് വൽ ഖുർആനിൽ മജീദ്, ആ സൂറത്തൊന്ന് നിങ്ങൾ ഓതി നോക്കുക. ഓരോ വാക്കുകളും
ഒരു വാള്യം കണക്കിന് ഗ്രന്ഥം എഴുതത്തക്ക വിധത്തിൽ വിശാലമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ താഴോട്ടുള്ള ഓരോന്നും അങ്ങനെ അതികഠിനവും ഗൗരവവും ആശയസമ്പുഷ്ടവുമായ വചനങ്ങളിലൂടെ ഖുർആൻ അംഗീകരിച്ച് പഠിച്ച് വിശ്വാസം ഉൾക്കൊണ്ട മുസ്ലിമുകൾ ദാലികുമുല്ലാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ഷൈഇൻ ലാ ഇലാഹ ഇല്ലാഹു ഫഅന്നാ തുഫകൂൻ. ഇനി നിങ്ങൾ എങ്ങോട്ടാണ് വഴിതെറ്റിപ്പോകുന്നത്? കദാലിക യുഫകുല്ലദീന കാനൂ ബിആയാത്തില്ലാഹി യജ്ഹദൂൻ. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറൻ വസ്സമാഅ ബിനാഅൻ വസവ്വറക്കും ഫഅഹ്സന സുവറക്കും വറസഖക്കും മിനത് തയ്യിബാത്ത് ദാലികുമുല്ലാഹു റബ്ബുക്കും ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. സൂറത്ത് മുഅ്മിനിലെ ഒരായത്താണ്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ, ഭൂമി ഉറച്ച നിലയിൽ അല്ലാഹു സ്ഥാപിച്ചു. വസ്സമാഅ ബിനാഅ, ഉപരിലോകങ്ങളെ അവൻ എടുപ്പ് പോലെയാക്കി. വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, നിങ്ങൾക്കവൻ രൂപം നൽകി. അത് അതിമനോഹരമായ രൂപമാണ് നൽകിയത്. ഇത്രയും ഭംഗിയുള്ള രൂപം വേറെ ഒരാർട്ടിലും, മനുഷ്യന്റെ ശരീരഘടന നിങ്ങളൊന്ന് എടുത്തു നോക്കുക, അതിനപ്പുറം ആ ചെവിയും കണ്ണും മൂക്കും കായും കാലും അവന്റെ തലയും കഴുത്തും അങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ ലോക ചിത്രകാരന്മാരെല്ലാം അതിൻ്റെ മുൻപിൽ സുല്ല് പറഞ്ഞവരാണ്. അത്ര ഗാംഭീര്യമാണ് പടച്ചവന്റെ സൃഷ്ടിപ്പിലെ ഈ രൂപം, അതിമനോഹരമായ രൂപം. വറസഖക്കും മിനത് തയ്യിബാത്ത്, നിങ്ങൾക്ക് നല്ല ഭക്ഷണം, വിഭവം, ഉപജീവനം നിങ്ങൾക്ക് നൽകി. ദാലികുമുല്ലാഹു റബ്ബുക്കും, അതാണ് അല്ലാഹു നിങ്ങളുടെ രക്ഷകൻ. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു ഖൈറും ബർക്കത്തും നിറഞ്ഞവനാണ്, ലോകത്തിന്റെ അധിപൻ. ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നു, അവൻ മാത്രമേ ഇലാഹുള്ളൂ. ഫദുഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, എപ്പോഴും ഏത് സമയവും അല്ലാഹുവോട് ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആ വാചകത്തിന്റെ അവസാനാണ് വലിപ്പം. അഖില ലോക രക്ഷകനായി അല്ലാഹുവിനെ സ്തുതി എന്ന് പറഞ്ഞാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. സൂറത്ത് മുഅ്മിനിനൊരു പ്രത്യേകതയുണ്ട്, വ്യക്തിയോടാണ് ഇത് പറയുക. മുഅ്മിനൂൻ എന്ന അധ്യായത്തിൽ സമൂഹത്തോടാണ്. അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈമാൻ ഉൾക്കൊള്ളാൻ, ഖുർആനിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കാൻ, ശക്തി പകരാൻ, തൻ്റെ ഇടം ഉണ്ടാകാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാൻ നാം ശ്രമിക്കുക. ഈ റമദാൻ അതിന് ഒരു പ്രേരകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈമാനിനെ തടഞ്ഞു നിർത്താനോ നശിപ്പിക്കാനോ കഴിയില്ല. ഇപ്പൊ 3 കൊല്ലം ആകാറായി ഗസയില്. അതിനും അപ്പുറം വർഷങ്ങളോളം ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊരു കലിമ അത് അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഈ റമദാനിലും വെയിലുകൊണ്ട് പൊടിപടലങ്ങൾ അടിച്ച് എല്ലാ പ്രതികൂല സാഹചര്യത്തെയും അതിജയിക്കാൻ മണലാരുണ്യത്തിൽ ഈ ആബാലവൃദ്ധം ജനങ്ങൾ, പ്രായമുള്ളവരും കുറഞ്ഞവരും, സ്ത്രീ പുരുഷ ഭേദമന്യേ അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ അവർ ജീവിതത്തെ മാറ്റിവെച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് മറ്റൊന്ന് ഇറാനാണ്. അത് ഈ റമദാൻ മാസം തന്നെയാണ് അവർ തെരഞ്ഞെടുത്തത്. പക്ഷേ അവർക്കെന്നല്ല, ലോകത്ത് ഒരു ശക്തിക്കും റമദാനിനെ പരാജയപ്പെടുത്താനോ ഖുർആനിനെ പരാജയപ്പെടുത്താനോ കഴിയില്ല. അത് ചരിത്രം ഈ കാലം വരെയും സാക്ഷിയാണ്. അതെല്ലാം അള്ളാഹു ഇതിനകത്ത് വിവരിച്ചു. നിങ്ങൾ വേണ്ടതുപോലെ വായിച്ചു പഠിക്കുക. റഹ്മാനായ അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ചെറിയ ഒരു സ്ഥാപനത്തിന് നമ്മുടെ ഒട്ടനവധി സഹോദരീ സഹോദരന്മാർ
ധർമ്മമായും സദഖയായും ഹദിയയായും നൽകി അള്ളാഹു അവരുടെ നിയ്യത്തുകൾ കബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടെ മുറാദുകളെ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. സക്കാത്തായി ഏതാണ്ട് 420 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും വളരെ അത്യാവശ്യം വേണ്ട വിദ്യാഭ്യാസം, ചികിത്സ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാം. ഇതിനകത്ത് ഒതുങ്ങിയ നിലയിൽ നമുക്കത് ചെയ്യാൻ കഴിയും. അങ്ങനെ സക്കാത്തായി നൽകിയ ഒരുപാട് സഹോദര സഹോദരിമാർ അള്ളാഹു അവരുടെ ഓരോ സ്വതക്കയും സക്കാത്തും കബൂൽ ചെയ്യുമാറാകട്ടെ. നാം നിർവഹിച്ച നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണവും ദിക്റുകളും തസ്ബീഹുകളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ പ്രതിഫലം ഇഹപര ജീവിതത്തിന് ഉതകുമാർ അള്ളാഹു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ഈ റമളാൻ ലോകത്തിന് ശാന്തിയുടെ, സമാധാനത്തിന്റെ ഗേഹമായി പടച്ചവൻ മാറ്റി തീർക്കുമാറാകട്ടെ. എല്ലാ ലോകരാജ്യങ്ങളിലും സമാധാനം വർഷിക്കുവാൻ അള്ളാഹു ഇതൊരു കാരണമാക്കി തീർക്കുമാറാകട്ടെ. ശത്രുതകളിൽ നിന്ന് അള്ളാഹു നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. മുസ്ലിം ലോകത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ യാ കരീം യാ റഹീം യാ അല്ലാഹ്. നജ്ജിനാ മിമ്മാ നഖാഫു വനഹ്ദർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.